people, welcome back to yet another episode of Campus Search. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇത്രയും നാളുള്ള വീഡിയോസ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ പക്ഷേ നമ്മൾ ഫാക്കൽറ്റീസിനെയാണ് കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ അഗെയിൻ ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ തന്നെയാണ്. പക്ഷേ ഇത് കുട്ടികളോടല്ല എനിക്ക് സംസാരിക്കാനുള്ളത്, ഇന്ന് ഫാക്കൽറ്റീസിനോടാണ്. അപ്പം നമ്മുടെ ക്ലാസ് റൂംസ് ഒക്കെ, അതായത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരൊരു 8:30 അല്ലെങ്കിൽ ഒരു 9:30 to 3:30 അല്ലെങ്കിൽ 4:30 സ്പെൻഡ് ചെയ്യുന്നത് അവരുടെ ക്ലാസ് റൂംസിലായിരിക്കും. പക്ഷേ ആ ക്ലാസ് റൂം എത്രമാത്രം ലൈവ്ലി ആണ്, എത്രമാത്രം ആക്റ്റീവാണ്, അല്ലെങ്കിൽ ആ കംഫർട്ട് സോൺ ആണ് എന്നുള്ളതിൻ്റെ ടേംസിലായിരിക്കും ആ കുട്ടികളുടെ ഒരു ഫ്യൂച്ചർ തന്നെ ചില സമയത്തിരിക്കും. അതായത് കുഞ്ഞിൻ്റെ ഒരു 4 വയസ്സ് മുതൽ അല്ലെങ്കിൽ ഒരു 3 വയസ്സ് തൊട്ട് തന്നെ ഒരു 18-17 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസസ് എന്നൊക്കെ പറയുന്നത് അവിടെ നിന്ന് കിട്ടുക അവർക്ക്. അപ്പം അത് ബെറ്റർ ആക്കുക എന്ന് പറയുന്നത് വളരെ വൈറ്റൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ ക്ലാസ് റൂംസ് ഉണ്ടല്ലോ, അതെങ്ങനെ നമുക്ക് കംഫർട്ട് സോൺ ആക്കാം, കുഞ്ഞുങ്ങൾക്ക് ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മേക്ക് യുവർ ക്ലാസ് റൂം എ ഫ്രണ്ട്ലി സ്പേസ്. അതായത് നമ്മുടെ പാരൻസ് ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, വേണമെങ്കിൽ ഒരു 2 അടിയൊക്കെ എൻ്റെ കുഞ്ഞിന് കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഒന്നും ചോദിക്കാൻ വരത്തില്ല എന്നുള്ളത്. പക്ഷെ നമ്മളങ്ങനെ സ്ട്രിക്റ്റ് ആകുമ്പോൾ മിക്കവാറുള്ള ടീച്ചേഴ്സ് ശ്രമിക്കുന്നതും സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കാനാണ് കുട്ടികളുടെ അടുത്ത്, അല്ലേ? പക്ഷെ അങ്ങനെ സ്ട്രിക്റ്റ് ആകുമ്പോൾ എന്ത് പറ്റും എന്ന് വെച്ചാൽ കുട്ടികൾക്ക് നിങ്ങളുടെ അടുത്ത് വന്ന് കൺഫൈഡ് ചെയ്യാനുള്ളൊരു സ്പേസ് പോകും. അവർ പേടിക്കാൻ തുടങ്ങും നിങ്ങളെ. ആ കുഞ്ഞി പ്രായം തൊട്ടേ അവർ പേടിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് യു വിൽ ബി എൻറ്റയർലി ഡിഫറെൻറ്റ്. സോ വാട്ട് യു ഹാവ് ടു ഡു ഈസ് മേക്ക് യുവർ ക്ലാസ് റൂം എ ഫ്രണ്ട്ലി സ്പേസ്. കുട്ടികൾക്ക് വന്ന് ഓപ്പൺ അപ്പ് ആവാൻ പറ്റുന്ന, അവർക്ക് കുറച്ചൊരു അവരുടെ ഒരു rather than someone അവരിങ്ങനെ മുതിർന്ന ഒരാളെ നോക്കി കാണുന്നത് പോലെ നോക്കുന്നതിലുപരി ഒരു ഫ്രണ്ടിനെ പോലെ, അല്ലെങ്കിൽ അവർക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അവരുടെ സീക്ക് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് ഹെൽപ്പ് വേണ്ടപ്പെട്ടെല്ലാം ചോദിക്കാൻ പറ്റുന്ന ഒരാളാവാനായിട്ട് ശ്രമിക്കുക. അപ്പം മേക്ക് യുവർ ക്ലാസ് റൂം എ വെരി ഫ്രണ്ട്ലി സ്പേസ്. ദ സെക്കൻഡ് പോയിന്റ് ഇസ് ദാറ്റ് എൻഗേജ് സ്റ്റുഡൻസ് വിത്ത് ആക്ടിവിറ്റീസ്. അതായത് 9:30 to 3:30 ആണ് മിക്കവാറുള്ള സ്കൂളുകളിലെ ടൈം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത്. ഈ സമയത്ത് ഫുൾ സ്ട്രിക്ട്ലി നിങ്ങൾ പഠിപ്പിക്കുന്ന ഒരു മോഡലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി ബോറിംഗ് ഫോർ മെനി സ്റ്റുഡൻസ് ഔട്ട് ദെയർ, അല്ലേ? ഭയങ്കര ബോറിംഗ് ആയിരിക്കും നമ്മൾ ഒരേ സാധനം തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അതിന് പകരം കുറച്ചുകൂടി അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, അല്ലെങ്കിൽ അവരെ എൻഗേജ് ചെയ്യുന്ന രീതിയിൽ ആക്ടിവിറ്റീസ് കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി മച്ച് ബെറ്റർ. അതായത് ഗ്രൂപ്പ് ഡിസ്കഷൻസ്, കോൺടെസ്റ്റ്, ഡിബേറ്റ്സ്, അങ്ങനെ അവരെ ഇൻട്രീഗ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെ എക്സൈറ്റ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ടോപ്പിക്സ് കൊണ്ടുവന്നിട്ട് അത് നല്ല രീതിയിലൊക്കെ പ്രസൻറ്റ് ചെയ്യാണ്, ഹാൻഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അവർക്ക് ക്ലാസ്സിലേക്ക് വരാനുള്ളൊരു ഇൻട്രസ്റ്റും തോന്നും. അതുപോലെ തന്നെ അവർക്കത് കുറച്ചുകൂടി എൻഗേജ് ചെയ്യാനും കുറച്ചുകൂടി അവർ ലൈവ്ലി ആയിരിക്കും. അതുപോലെ കുഞ്ഞു കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൂടെ എൻഗേജ് ചെയ്യുന്ന രീതിയിൽ, ഇപ്പം വെറുതെ ഇങ്ങനെ നേരെ പഠിപ്പിച്ച് വളരെ പെയിലായിട്ട് പോകാതെ കുറച്ചൊക്കെ ഇൻട്രീഗിങ് ആയിട്ട് ക്ലാസ് കോണ്ടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി മച്ച് 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 ബെറ്റർ. ആൻഡ് ഒരുപാട് സ്റ്റുഡൻസിന് അത് ലൈവ്ലി ആയിരിക്കും. ആൻഡ് ദ തേർഡ് പോയിന്റ് ഈസ് ദാറ്റ് ഗിവ് സ്റ്റുഡൻസ് ചോയ്സസ്. അതായത് അത് അവരുടെയും കൂടെ സ്പേസ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. അതായത് കുഞ്ഞു കുട്ടികളാണ്, അവരൊക്കെ എന്ത് പറയാൻ, അവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കാതെ അവർ പറയുന്നതിലും കാര്യം ഉണ്ടെന്നൊന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ അത് അവരുടെ പ്രശ്നങ്ങൾ, ഇപ്പം അവരൊരു റബ്ബർ കാണുന്നില്ല ടീച്ചറെ എന്ന് വന്ന് പറയുമ്പോൾ അത് അവർക്കത് വലിയ പ്രശ്നമായതുകൊണ്ടാണ് അവർ നമ്മുടെ അടുത്ത് പറയണത്, അല്ലേ? അതായത് അവർക്കതൊരു കുഞ്ഞു പ്രശ്നമാണെങ്കിൽ അവരത് മൈൻഡ് ചെയ്യില്ല. അപ്പം അവരുടെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ പോലും, അല്ലെങ്കിൽ നമുക്കത് കുഞ്ഞിന്ന് തോന്നുന്ന പല പ്രശ്നങ്ങളും അവർക്കത് വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ അവരുടെ ചോയ്സസിനെ റെസ്പെക്ട് ചെയ്യുക, അവരുടെ ചോയ്സസിനെ കേൾക്കാൻ ശ്രമിക്കുക, അത് വാലിഡേറ്റിംഗ് ആക്കുക. അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നു എന്ന് അവർ ഫീൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവർ ഇൻക്ലൂഡഡ് ആണ്, ഇത് അവരുടെയും കൂടെ സ്പേസ് ആണെന്ന് തോന്നുമ്പോൾ അവരോട് ബിലോങ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ തന്നെ അവരുടെ ക്യാരക്ടേഴ്സിലാണെങ്കിലും അവരുടെ ആറ്റിറ്റ്യൂഡിലാണെങ്കിലും വലിയ വലിയ മാറ്റങ്ങൾ വരും. സോ മേക്ക് ദ ചോയ്സസ് എ വാലിഡേറ്റിംഗ് വൺ. ദാറ്റ്സ് ദ തേർഡ് പോയിന്റ്. ഫോർത്ത് പോയിന്റ് ഈസ് ദാറ്റ് യൂസ് ടെക്നോളജി. അതായത് ടെക്നോളജി യൂസ് ചെയ്യുക. വി ആർ ലിവിങ് ഇൻ ദ 21st century. അപ്പോൾ ഇതിൽ ടെക്നോളജിയുടെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? അത്രത്തോളം ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ള ഒരു എറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ടെക്നോളജീസ് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഇൻട്രീഗിങ് ആയിരിക്കും, അവർക്കത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സ്മാർട്ട് ക്ലാസ്സസ് അല്ലെങ്കിൽ സ്മാർട്ട് റൂംസ് ഒക്കെ യൂസ് ചെയ്യുക, അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അങ്ങനെ ഒരുപാട് ടെക്നോളജീസ് നമ്മുടെ ചുറ്റും അവൈലബിൾ ആണ്, അല്ലേ? അപ്പോൾ അതൊക്കെ യൂസ് ചെയ്ത് കുറച്ചുകൂടി ഇൻട്രീഗിങ് ആയിട്ട് ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ബി മച്ച് ബെറ്റർ ഫോർ ദി സ്റ്റുഡൻസ്. ആൻഡ് ദ ഫിഫ്ത്ത് പോയിന്റ് ഈസ് ദാറ്റ് മേക്ക് ദം ക്യൂരിയസ്. അതായത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അവരെ ക്യൂരിയസ് ആക്കുന്ന രീതിയിൽ, വളരെ പെയിലായിട്ട് പറഞ്ഞു പോകുന്നതിലുപരി ക്യൂരിയസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, കുറച്ചുകൂടി എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനായിട്ട് അവർ കാത്തിരിക്കും. വളരെ പെയിലായിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് ബി ജസ്റ്റ് എ നോർമൽ ഡേ ഫോർ ദം. അപ്പോൾ കുറച്ചുകൂടി ക്യൂരിയസ് ആക്കുന്ന രീതിയിൽ, അവരെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനും ചാപ്റ്റേഴ്സ് ഹാൻഡിൽ ചെയ്യാനും ശ്രമിക്കും. ഇപ്പോൾ സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കഥ പറയുന്ന പോലെ കുറച്ചൊക്കെ ക്യൂരിയസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ വിൽ ബി മോർ ഇൻട്രസ്റ്റഡ്. And the last point is that
അവരുടെ ഡേ ടു ഡേ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അക്കാഡമിക്സ് ഒന്ന് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് അവരുടെ അക്കാഡമിക്സിലെ സിലബസ് അല്ലെങ്കിൽ അക്കാഡമിക്കിലെ പോർഷൻസ് അവരുടെ ഡേ ടു ഡേ ലൈഫിൽ എന്തെങ്കിലും കുഞ്ഞു അല്ലെങ്കിൽ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്തിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ റിലേറ്റബിൾ ആയിരിക്കും. അതിപ്പോൾ തന്നെ അവർക്കത് ഓർത്തിരിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. വളരെ പെയിലായിട്ട് അല്ലെങ്കിൽ അക്കാഡമിക്സ് അങ്ങനെ പറഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ മറന്നു പോകാനുള്ള സാധ്യതയൊക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ കുറച്ചുകൂടി അവരുടെ ഡേ ടു ഡേ ലൈഫായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട്, അതായത് അവരുടെ ക്ലാസ് റൂമിന് ഉള്ളിൽ അല്ലെങ്കിൽ ക്ലാസ് റൂമിന് പുറത്തേക്ക് അവരുടെ സിലബസിനെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. Until then, this is Varsha saying bye to adults.